എന്തുകൊണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല? നമ്മൾ കെൽട്രോൺ തുടങ്ങി, നമ്മൾ ടെക്നോ പാർക്ക് തുടങ്ങി, നമ്മൾ ഇവിടുത്തെ രാജ്യത്തെ പ്രോബ്ലം ആദ്യത്തെ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്തായിരിക്കും തുടങ്ങിയത്. ഇങ്ങനെ പല 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 കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നു. പക്ഷേ ഇതൊന്നും സ്കെയിൽ ചെയ്തൊരു വലിയ നിലയിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചും എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ പറയാവുന്ന കാര്യമാണ്. അവിടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വളരെ വിവാദങ്ങൾ, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം എം പി ഇതിനെക്കുറിച്ച് എഴുതുകയും അതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ നേരത്തെ ജേക്കബ് ചോദിച്ച പോലെ നമ്മളൊരു ചെറിയൊരു എമൗണ്ടിൽ നിന്നൊരു വലിയ ഗ്രോത്ത് അല്ലേ അച്ചീവ് ചെയ്തത്. 10 രൂപ 50 രൂപയായി, അപ്പോൾ 500% ഗ്രോത്തായി എന്ന് നിങ്ങൾ അവകാശപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് അതാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളുടെ നല്ല കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് കൺവീനിയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചില ആൾക്കാർ വിളിച്ച് കണ്ടു. ഇത് കൺവീനിയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ നാടിനെക്കുറിച്ച്, നമ്മുടെ എക്കോസിസ്റ്റത്തിനെക്കുറിച്ച്, നമ്മുടെ കമ്പനികളെക്കുറിച്ച് എന്ത് ചെറിയ നല്ലതായാലും അതിനെ ഒരു പരിധി വരെ പർവ്വതീകരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് ലോകം നമ്മളെ ശ്രദ്ധിക്കുന്നത്. ഈ മാർക്കറ്റിംഗ് നമ്മൾ എപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നോ അവിടെയെല്ലാം നമുക്ക് അടി കിട്ടും. ഈ ടെക്നോ പാർക്കിൽ എന്താണ് പറ്റിയത്? 90കളുടെ ആദ്യം ഞാൻ പ്രോജക്റ്റ് ചെയ്തത് ഇവിടെ ടെക്നോ പാർക്കിലാണ്. 95 ഞാൻ കോളേജിൽ നിന്ന് പാസ്സാവുന്നത്, 1995. അന്ന് ഞാൻ ഇവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട്. അന്ന് ഇവിടെ 2 ബിൽഡിംഗ് ഉണ്ട്, പാർക്ക് സെൻറ്ററുണ്ട്. നിളയുടെ പണി എനിക്ക് തോന്നുന്നു അപ്പോഴും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ ഭവാനിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അന്നൊരു കുന്നുണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചായക്കടയുണ്ട്. ഇത്രയാണ് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ടെക്നോ പാർക്ക് ഈ പി വി നരസിംഹ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് വിജയരാഘവ സാറിൻ്റെ ബുക്കിൽ. ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ അപ്പം തന്നെ the then Prime Minister called the then CEO of Technopark and said, I want something like this set up in Hyderabad. നമ്മളിവിടെ എന്തുകൊണ്ടാണ് എവിടെയാണ് നമ്മൾ മിസ്സായത്? മാർക്കറ്റിങ്ങിലാണ് നമ്മൾ മിസ്സായതെന്ന് ഞാൻ പറയും. കാരണം പണ്ടെൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരെ ക്ലൈമറ്റ് ഒരു വലിയ ഫാക്ടറായിരുന്നു. കാരണം ബാംഗ്ലൂർ നമുക്ക് വൈകുന്നേരം എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. സോ സംബഡി ഫ്രം കാലിഫോർണിയ വിൽ ഫീൽ ദാറ്റ് സെയിം ക്ലൈമറ്റ്, ഇറ്റ്സ് ഹോം എന്ന് തോന്നാം. ഹൈദരാബാദിൽ ആ തണുപ്പൊന്നും ഇല്ലല്ലോ, ചെന്നൈയിൽ ആ തണുപ്പൊന്നും ഇല്ലല്ലോ. നമ്മൾ അതിനെക്കാട്ടിലും എന്തുകൊണ്ടും മനോഹരമാണ് കേരളം, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യാത്തത്? എൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റിംഗ് മാത്രമാണ് നമ്മൾ ചെയ്യാത്തത്. ഹൈദരാബാദിൽ എനിക്ക് നല്ലപോലെ അറിയാം, കാരണം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സ്ക്രാച്ചിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ഇനാഗുറേഷന് ബിൽ ക്ലിൻ്റൺ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ താജ് കാണാൻ വരും, ഹൈദരാബാദ് പിന്നെ ഹൈടെക് സിറ്റി വരും, അയാൾ തിരിച്ചു പോകും. അത് അങ്ങനെ ദ മാർക്കറ്റഡ് സോ വെൽ. ആൻഡ് ദർ ഇസ് ഓൾവേസ് എൻ ഇൻസിഡൻറ്റ്. ഇപ്പം നമ്മൾ സിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, ബാംഗ്ലൂരിൻ്റെ വേറൊരു കാര്യം കൂടെ ഞാനിവിടെ പറയുകയാണേ. ഞാൻ ബാംഗ്ലൂർ പോകുന്ന 1996 അപ്പോൾ തന്നെ പീനിയ എന്ന് പറയുന്ന, അല്ലെ ഹോസൂർ മുതൽ ബാംഗ്ലൂർ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ബെൽറ്റ് ബാംഗ്ലൂരിൽ അവൈലബിൾ ആണ്. ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളായ ISRO മുതൽ മറ്റേ NAL മുതൽ HAL മുതൽ എല്ലാ സാധനങ്ങളും ബാംഗ്ലൂർ അവൈലബിൾ ആണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള വലിയ വലിയ കമ്പനികൾ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ബാംഗ്ലൂർ ഓൾറെഡി ഒരു വളരെ വികസിച്ച ഒരു എക്കോസിസ്റ്റം നിലവിലുള്ളൊരു സ്ഥലത്താണ്. ഒരു നോളജ് എക്കണോമിയുടെ ബേസ് അവിടെ ഉണ്ടായിരുന്നു നേരത്തെ. നമ്മളത് ബിൽഡ് ചെയ്ത് വരികയാണ് പതുക്കെ. 2, ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന കമ്പനി, അതായത് അന്ന് ലോകത്തെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ കമ്പനിയായ ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ് അന്ന് ബാംഗ്ലൂർ ഒരു സെൻറ്റർ സെറ്റ് ചെയ്തു. അതെന്തുകൊണ്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാനത് സത്യത്തിൽ അതൊരു കേസ് സ്റ്റഡിയാണ് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്. ബട്ട് സംബഡി മൈറ്റ് ഹയർ അപ്പ് ഇൻ ദ ലാഡർ മൈറ്റ് ഹാവ് ദർ പേരൻസ്, അച്ഛനും അമ്മയ്ക്കും പ്രായമാകുന്നു, എനിക്ക് പോകണം എന്നൊക്കെ ആവാം. പക്ഷേ ടെക്സസ് ഇൻസ്ട്രുമെൻറ്റ്സ് കമ്മിങ് ആൻഡ് സെറ്റിംഗ് അപ്പ് ഷോപ്പ് വാസ് ദി ഗെയിം ചേഞ്ചർ ഫോർ ബാംഗ്ലൂർ. ഹൈദരാബാദ്, വാട്ട് വാസ് ദ ഗെയിം ചേഞ്ചർ? Chandrababu Naidu taking a laptop, going to Seattle and making a presentation to Bill Gates, and Microsoft deciding to come to. അപ്പോൾ അങ്ങനത്തെ ചില മൊമെൻറ്റ്സ് ഉണ്ട് വിച്ച് വിൽ ടേൺ എ സിറ്റി ഓർ എ സ്റ്റേറ്റ് ഇൻ ടു എ നോളജ് ഹബ്. അപ്പോൾ അത്തരത്തിലുള്ള മൊമെൻറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അതായത് നമുക്കുള്ള കാര്യങ്ങളെ പർവ്വതീകരിച്ചോ പൊലിപ്പിച്ചോ കാണിച്ച് ആണെങ്കിലല്ലേ ആൾക്കാർ വരും. അല്ലാതെ ഇവിടെ ഉള്ള മൊത്തം പ്രശ്നങ്ങൾ ഞാൻ പോയി ബിൽ ഗേറ്റ്സിൻ്റെ അടുത്ത് പറയുകയാണ്, പുള്ളി ഇങ്ങോട്ട് വരില്ലല്ലോ. ഇവിടെയുള്ള നല്ല കാര്യങ്ങൾ വലുതാക്കി കാണിച്ചല്ലേ പ്രശ്നങ്ങളില്ലാത്ത അതെ അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ എലിമെൻറ്റ്സ് ഓഫ് പോസിറ്റിവിറ്റി ഹാസ് ടു ബി projected to the world so that the world will take notice.